Good morning, my dear students. I think all of you are keeping mentally and physically fine. Keep it up. Now, I am your English class teacher, Father Sibi. Now, today, let us go through some of the language elements used in English. As you know, we usually ask so many questions in English as well as in Malayalam. നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ വാട്ട് ആർ ദി ക്വസ്റ്റ്യൻസ് വേർഡ്സ് വി യൂഷ്വലി യൂസ്? ഏതൊക്കെ തരത്തിലുള്ള ചോദ്യവാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നാണ് നാം ഇപ്പോൾ എടുക്കുവാൻ പോകുന്നത്. WH ക്വസ്റ്റ്യൻസ്. വാട്ട് ഈസ് ദിസ്? എന്താണ് WH ക്വസ്റ്റ്യൻസ്? എ ക്വസ്റ്റ്യൻ ഇൻ ഇംഗ്ലീഷ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ എ WH വേർഡ്. അതായത് ഇംഗ്ലീഷിൽ ഒരു ചോദ്യ വാക്ക് WH കൊണ്ട് തുടങ്ങുന്ന സെൻറ്റൻസുകൾക്കാണ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസുകൾക്കാണ് WH ക്വസ്റ്റ്യൻസ് എന്ന് നമ്മൾ പറയുക. എ ക്വസ്റ്റ്യൻ WH word. That is WH questions. These questions requires information. For what purpose these WH questions used? എന്തിനു വേണ്ടിയാണ് WH ക്വസ്റ്റ്യൻസ് നമ്മൾ ഉപയോഗിക്കുക? നമുക്ക് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുവാൻ വേണ്ടിയിട്ട്. ടു റിക്വയർ മോർ ഇൻഫർമേഷൻ. കൂടുതൽ വിവരങ്ങൾ നമ്മൾ ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുക. പിന്നെ നമ്മൾ ഇംഗ്ലീഷിൽ യൂഷ്വലി വി യൂസ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. ഇൻ WH ക്വസ്റ്റ്യൻസ് ദി ആൻസർ വിൽ നോട്ട് ബി യെസ് ഓർ നോട്ട്. WH ക്വസ്റ്റ്യൻ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം സാധാരണ രീതിയിലല്ല, ഒരിക്കലും യെസ് അല്ലെങ്കിൽ നോ എന്ന് വരികയില്ല. എന്തുകൊണ്ടാണ്? വി ഹാവ് ടു ഗെറ്റ് ഇൻഫർമേഷൻ. വി ആർ സീക്കിംഗ് information. Okay? Now, how to form WH questions? Then, purpose, then examples. ചോദ്യ വാക്ക് എന്താണെന്നും അതിൻ്റെ ലക്ഷ്യമെന്താണെന്നും അതിനുള്ള ഉദാഹരണം എന്താണെന്നുമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. സോ ലെറ്റ് us see what is the question word and what is the purpose of that question word and what is the example for that. Now, first one is when. When. This is a question word. When. The when indicate what is the purpose? To show the time. To show the time. Then example or date also we can. But date both you can use. When. Then example. When is the meeting? When is the meeting? Meeting. Okay? So, when ഇവിടെ അതെന്തിനെ സൂചിപ്പിക്കുന്നു? സമയത്തെ അല്ലെങ്കിൽ ഒരു ഡേറ്റിനെ കാണിക്കാൻ സൂചിപ്പിക്കുന്നു. അതിൻ്റെ ഉദാഹരണമായിട്ട് നമ്മൾ പറയുന്നത്
When is the meeting? എപ്പോഴാണ് മീറ്റിംഗ് നടക്കുന്നത്? Did you understand? Okay. Then let us move to the second one. Where? Where? Place. Then example. See, where? Where എന്ന് വെച്ചാൽ എവിടെ? What is the purpose? ലക്ഷ്യം എന്തിനെ സൂചിപ്പിക്കാനാണ്? പ്ലേസ്, എവിടെയാണെന്ന് സൂചിപ്പിക്കാനാണ്. സോ എക്സാമ്പിൾ, ഉദാഹരണം കണ്ടേ, വേർ ഈസ് ദി ബേക്കറി? എവിടെയാണ് ബേക്കറി? നെക്സ്റ്റ്, ഹൂ? ഹൂ? Indicate person or people. See, who are? അത് പേഴ്സൺ, ഒരു വ്യക്തിയെ സൂചിപ്പിക്കാൻ, അല്ലെ ബഹുവചനത്തിൽ വരുമ്പോഴാണ് പീപ്പിളിനെ സൂചിപ്പിക്കുക, ആളുകളുടെ ഒരു കൂട്ടത്തിൽ. എക്സാമ്പിൾ, ഹു ഈസ് ദാറ്റ്? ഹു ഈസ് ദാറ്റ്? ആരാകുന്നു അവർ? അല്ലെങ്കിൽ who are they? Who are they? So it indicate is particular person, means singular. It indicate plural. ഇത് ഏകവചനത്തെ ഇത് ബഹുവചനമായിട്ട് വരുമ്പോഴുള്ള വ്യത്യാസങ്ങൾ. ഒന്ന്, why? Why indicates what? Reason. Why? Whyയുടെ മലയാളം എന്തുകൊണ്ട്? അതിന് പർപ്പസ് എന്ന് പറയുന്നത് റീസൺ, കാരണമാണെന്ന് സൂചിപ്പിക്കും. വൈ ഉപയോഗിക്കുന്നെങ്കിൽ കാരണം ഉണ്ടായിരിക്കും. കാരണം, റൈറ്റ്. Why she is always late? Why she is always late? Always late. എന്തുകൊണ്ടാണ് അവള് എപ്പോഴും താമസിച്ചു വരുന്നത്? Why she is late? Then what? എന്ത്? It shows, purpose is to show the object. ഒരു വസ്തുവിനെ കാണിക്കാൻ, അല്ലെങ്കിൽ ഒരു ഐഡിയ പറയാൻ, അല്ലെങ്കിൽ it is for show the action. ഒരു ആക്ഷനെ പ്രവൃത്തിയെ കാണിക്കുവാനായിട്ട് ഉപയോഗിക്കാറുള്ളതാണ് വാട്ട് ഷീ ഈസ് ഡൂയിങ്. എക്സാമ്പിൾ, വാട്ട് ഷീ ഈസ് ഡൂയിങ്. അവൾ എന്ത് ചെയ്യുകയാവുന്നു? വാട്ട് ഷീ ഈസ് ഡൂയിങ്. വാട്ട് ഈസ് ദി പ്ലാൻ? വാട്ട് ഈസ് ദ പ്ലാൻ? What is the plan? എന്താണ് പദ്ധതികൾ എന്നുള്ളത് സൂചിപ്പിക്കുന്നു. ഇനി which other application, which it indicate what? To show the things. Show the things. സാധനങ്ങളെയൊക്കെ കാണിക്കുവാനായിട്ട് കാണിക്കുന്നു. To get the information about the things. സാധനങ്ങളുടെ വിവരങ്ങളൊക്കെ കിട്ടുവാൻ വേണ്ടിയിട്ടാണ് which എന്ന WH ക്വസ്റ്റ്യൻ ഫോം ഉപയോഗിക്കാറുള്ളത്. Which subject do you? Which subject?
do you like more? ഏത് വിഷയമാണ് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെടാറുള്ളത്? Okay, these are some of the WH questions. In that also H1 questions is also included, even though it is not start with WH, it also included this. How much, how many, how often, same things. So these are something about the WH questions. Now, I think all of you have gone through this, and you have to do one thing. Take a book, keep it in your hand, and I will give some exercise. You have to make, I will give some answers here. You have to frame a question to get that answer. ഞാനൊരു ഉത്തരം ഇവിടെ തരും. ആ ഉത്തരത്തിന് പറ്റിയ ചോദ്യം നിങ്ങൾ ഉണ്ടാക്കണം, നമ്മൾ ഈ WH വെച്ച്. ഓക്കെ, ദി ക്വസ്റ്റ്യൻ ഈസ് ആസ് ഫോളോസ്. A, the meeting at 5 p.m. At 5 p.m. ഈ ആൻസർ കിട്ടത്തക്കവണ്ണമുള്ള ചോദ്യം എനിക്കുണ്ട്. 2, B, the bakery is near the school. The bakery I underlined. C, they are students. They are students. C, my name is Thomas. Name is Thomas. My name is Thomas. I prefer white color. White pen. He came late. He came late because he missed the bus. He missed the bus because he missed the bus. These are some of the assignments you have to do. You have to frame WH questions, and you can send it through WhatsApp group. You have to keep a book and write down that whatever you are sending to the WhatsApp, you must write into your notebook, and when school reopened and come, you must show me. Thank you very much. Thank you.